ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെലിഗ്രാം ബാനായതിനു ശേഷം നമ്മുടെ ഗ്രൂപ്പ് ഇപ്പോൾ വാട്സാപ്പിലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കുറച്ച് പേരായിട്ട് അതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. ജൂൺ 22 ആകുമ്പോഴേക്കും ടെലിഗ്രാം തിരിച്ച് ഓണായി വരും. ബട്ട് ഈ ഒരു സിറ്റുവേഷനിലാണ് ഒരു ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം, ഓൾട്ടർനേറ്റീവ് പ്ലാറ്റ്ഫോമിലും ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം എന്ന് തോന്നുന്നത്. അപ്പോൾ വാട്സാപ്പിലുണ്ട്, ലിങ്ക്ഡിനിൽ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല അത് എത്രത്തോളം വർക്ക് ചെയ്യും എന്നുള്ളത്. അത് ലിങ്ക്ഡിനിൽ ന്യൂ ആണ്, സോ അത് നോക്കണം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അക്സെഞ്ചറിൻ്റെ റിസൾട്ട് കാരണം US മാർക്കറ്റിനകത്ത് ഒരു 18% ഡൗൺഫോള് അക്സെഞ്ചർ ക്രിയേറ്റ് ചെയ്തു. അത് കാരണം US മാർക്കറ്റ് ഒന്ന് വീക്കായിട്ട് തിരിച്ച് വീണ്ടും മാർക്കറ്റ് കയറി വന്നു. അത് പോസിറ്റീവിലാണ് നിൽക്കുന്നത്. എങ്കിലും ആ ഒരു വീക്ക്നെസ് പെട്ടെന്ന് നമ്മുടെ IT സെക്ടറിൽ നിന്ന്, ഓൾറെഡി നമ്മുടെ IT സെക്ടർ വീക്കാണ്, അതിൻ്റെ പുറത്തു കൂടെ നമ്മുടെ അക്സെഞ്ചറിൻ്റെ സിറ്റുവേഷൻസ് കാരണം അത് ഒരു പുതിയൊരു കമ്പനി അക്വയർ ചെയ്യുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റിൽ ഡിക്ലനേഷൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സോ അക്സെഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ TCSൻ്റെയും ഇൻഫിക്കും ഒക്കെ ഒരു റിഫ്ലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അത് നമ്മുടെ മാർക്കറ്റിനകത്ത് അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റിവിറ്റി വന്നേക്കാം എന്നുള്ളൊരു സാധ്യതയുണ്ട്. US മാർക്കറ്റിലുള്ള ഇൻഫോസിസ് 10%, വിപ്രോ 10% ഒക്കെ ഡൗൺ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിലും ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ആ സ്റ്റോക്കുകളിൽ ഒരു വീക്ക്നെസ് കാണും. അത് കാരണം നമ്മുടെ മാർക്കറ്റിലൊരു വീക്ക്നെസ് ഫീൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ബട്ട് ബാങ്കിങ് സെക്ടർ വളരെ ബുള്ളിഷായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇൻഫി, HDFC ബാങ്ക്, ICICI, ആക്സിസ് ബാങ്ക്, SBI പോലുള്ള 4 സ്റ്റോക്കുകൾ നോക്കാം. കൊടക്കൊന്നും അത്ര സെറ്റായിട്ടില്ല. എന്നാലും ഈ 4 സ്റ്റോക്സ് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം. ലോങ് ടേമിലത്തേക്കും സ്വിംഗ് ട്രേഡിങ്ങിലത്തേക്കും വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോയാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറച്ച് അനാലിസിസ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷം. മാർക്കറ്റ് പക്ഷെ കുറച്ച് സ്ലോ ആണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ കറണ്ട് ചാർട്ട് എന്ന് പറയുക. ഇപ്പോൾ നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓപ്പണിങ്ങിലായിരുന്നു നിന്നത്. എന്നാൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഓൾമോസ്റ്റ് 24,100 താഴെ ആകാനുള്ള സാധ്യത ഉണ്ട്. ഫൈൻ. അപ്പോൾ 24,000 താഴെയാണെങ്കിൽ ഈ ഉണ്ടാക്കിയ ആ ഒരു ക്യാൻഡിൽ, ഇപ്പോൾ കറൻ്റ്ലി ഉണ്ടായിരുന്ന ഈ ഒരു ക്യാൻഡലിൻ്റെ ബുള്ളിഷ്നെസ് വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോയി മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത. ഈ ഒരു വീഡിയോ ഞാൻ എപ്പോഴും സെറ്റ് ചെയ്യുക ഒരു ട്രേഡറിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡേറ്റയ്ക്കായിരിക്കും. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഈ ഒരു സ്പോട്ടിലാണ്. ഓക്കെ, സോറി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നമ്മൾ പോയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ട്രെൻഡ് ലൈൻ നമ്മൾ ബ്രേക്ക് ചെയ്ത് വെളിയിൽ പോയിട്ടുണ്ട്. എന്നാൽ മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നത് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ സാധ്യത. ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്തെങ്കിലും ഇത് തിരിച്ച് വന്ന് ഇത് റീടെസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയം മാർക്കറ്റ് ഈ ഒരു ഏരിയ റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. താഴെ വരെ പോകുമോ എന്നുള്ളത് എനിക്ക് അത് എന്താണോ മാർക്കറ്റ് ഡിസൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചിലപ്പോൾ താഴെ വരെ വന്നേക്കാം. അപ്പോൾ ലെവൽസ് എത്രയോ ദിവസങ്ങളായിട്ട് ഞാൻ വീണ്ടും പറയുന്നതാണ്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. 24,000 ഇല്ല, 24,000 നമ്മൾ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 24,040-50 ഇന്ന് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് 24,000 എങ്ങാനും റീടെസ്റ്റ് ചെയ്തിട്ടാണ്, ഇല്ല ഡയറക്റ്റായിട്ട് കയറി പോവുകയാണെങ്കിലും ഈ ഒരു 24 നിങ്ങൾക്ക് വാച്ച് ചെയ്യാനുള്ള ലെവൽസ് എന്ന് പറയുന്നത് 24,000, 24,100, 24,180, 240, 350, 440 എന്നുള്ള ലെവൽസാണ് മേളിലേക്കുള്ളത്. താഴേക്കാണെന്നുണ്ടെങ്കിൽ 23,960, 23,880, 23,800, 720 എന്നിങ്ങനെ 4 ലെവൽസാണ് താഴേക്ക് വാച്ച് ചെയ്യാനുള്ളത്. മാർക്കറ്റ് വളരെ കാമായിട്ടും വലിയ വോളറ്റാലിറ്റി ഇല്ലാണ്ടുമാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഇന്ന് ആരാണ് മാർക്കറ്റിനെ ബൈ ചെയ്യുന്നത്, ആരാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്, FIDI
ഡേറ്റ വെള്ളിയാഴ്ചത്തേക്ക് എന്തായാലും എന്താണ് ഇറാൻ്റെ ഡേറ്റ വെച്ചിട്ട് മാർക്കറ്റ് പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ആ പോസിറ്റിവിറ്റിയുടെ കൂടെ ബാങ്ക് നിഫ്റ്റി കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ IT സെക്ടർ അധികം വീഴാതെ ഉണ്ടിരുന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും തിരിച്ച് ഈ 240 റേഞ്ചിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക, കൃത്യമായിട്ടുള്ള SL കീപ്പ് ചെയ്യുക. ഗ്രൂപ്പിനകത്ത് സ്വിംഗ് ട്രേഡിങ്ങിനുള്ള സ്റ്റോക്സ് അവിടെ റെക്കമെൻഡേഷനല്ല, നല്ല ട്രേഡ്സ് ട്രിഗർ ചെയ്യുമ്പോൾ അവിടെ പറയുന്നുണ്ട്. നിങ്ങളുടേതായ വാച്ച് ലിസ്റ്റിൽ എടുത്ത് വെച്ച് നിങ്ങളുടെ അനാലിസിസിന് ശേഷം വ്യക്തമായിട്ടും നിങ്ങൾക്ക് അതിനോട് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇൻട്രാഡേ അനാലിസിസ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ വരിക, അവിടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക, ഡൗട്ട്സ് നിങ്ങളവിടെ ക്ലിയർ ചെയ്യുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.